സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും 24 മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്. MA ഹോളിഡേയ്സ്, യാസ് കോംപ്ലക്സ്, മൂവാറ്റുപുഴ. ഏത്തക്കായയുടെ വിലയിടിവിൽ പ്രതിസന്ധിയിലായി വാഴ കർഷകർ. നൂറുമേനി വിളഞ്ഞ കൃഷിക്ക് വില ലഭിക്കാതായതോടെയാണ് കർഷകർ ദുരിതത്തിലായത്. പോത്താനിക്കാട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഴകൃഷി നൂറുമേനി വിളഞ്ഞെങ്കിലും ഏത്തക്കായ്ക്ക് വിലയിടിഞ്ഞത് കർഷകരെ ദുരിതത്തിലാക്കി. കഴിഞ്ഞ 3 വർഷമായി കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വിവിധ ഇനം കൃഷികൾ ചെയ്തു വന്ന 20 പേരടങ്ങുന്ന കർഷക കൂട്ടായ്മ ഈ പ്രാവശ്യം ഏത്തവാഴയാണ് പരീക്ഷിച്ചത്. 5000 ഏത്തവാഴയാണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഠിനാധ്വാനം ചെയ്ത് പരിപാലിച്ച് വളർത്തിയെടുത്തത്. എന്നാൽ ഏത്തക്കായ്ക്കുണ്ടായ വിലത്തകർച്ച ഏത്ത വാഴ കർഷകരുടെ നടുവൊടിക്കുകയായിരുന്നു. കിലോയ്ക്ക് 18 രൂപ മുതൽ 24 രൂപ വരെയാണ് കർഷകന് ഇപ്പോൾ കിട്ടുന്നത്. കേരളത്തിന് പുറത്തുനിന്നുള്ള വരവ് കൂടിയതാണ് ഏത്തക്കായുടെ വിലത്തകർച്ചയ്ക്ക് പ്രധാന കാരണം. വളത്തിന്റെ ക്ഷാമവും വിലക്കയറ്റവും കാരണം ഉൽപാദന ചെലവ് വർദ്ധിച്ചത് കർഷകർക്ക് ഇരട്ടി പ്രഹരമായി. സർക്കാർ 30 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്ന്, എപ്പോൾ, എത്ര കിട്ടുമെന്ന് കർഷകർക്ക് ഉറപ്പില്ല. സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില ഉയർത്തി വാഴ കർഷകരെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് കിസാൻ സഭ കൂട്ടായ്മയിലെ കർഷകർ പറഞ്ഞു. ഈ വാഴ കൃഷിക്ക് വേണ്ട യൂറിയ കിട്ടിയിട്ടില്ല, സമയത്തിന് കിട്ടിയിട്ടില്ല. ആ വളത്തിന്റെ വില കൂടുതലാണ്. ഇതെല്ലാം ഞങ്ങളെ പ്രതിസന്ധിയുടെ ഓരോ നമ്പറിൽ ഒന്ന് മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വാഴ 200 രൂപയ്ക്ക് മുകളിൽ മുടക്കുണ്ട്. അതനുസരിച്ചുള്ള വില നമുക്ക് കിട്ടുന്നില്ല. വിറ്റ് കഴിക്കാൻ നമുക്ക് കിട്ടുന്നില്ല. നിസാര പൈസയാക്കിയാണ് നമ്മൾ ഈ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്ങുവില 30 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് മുതലാവുന്നില്ല. അതിൽ കൂടുതൽ താങ്ങുവില സർക്കാർ വർദ്ധിപ്പിച്ചാൽ ഈ കർഷകർക്ക് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കർഷക കൂട്ടായ്മ ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, ഈ തേരാളികളുടെ ഈ കൂട്ടായ്മ ഈ കേരളത്തിലെ എല്ലാ കർഷകർക്കും ഒരു മാതൃക കൂടിയാണ്. ഇപ്പോൾ ഇവിടെ 5000-ഓളം വാഴയാണ് കിസാൻ സഭ ഇവിടെ കൃഷി ചെയ്തത്. അതിൻ്റെ വിളവെടുപ്പ് തുടങ്ങുകയാണ്. ഈ 5000-ഓളം വാഴ കൃഷി ചെയ്ത് ഇതിൻ്റെ വിളവെടുപ്പ് തുടങ്ങുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ വില, കാര്യം സർക്കാർ താങ്ങുവില നിശ്ചയിച്ച് 30 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ പോലും താങ്ങുവില 30 രൂപ എന്നുള്ളത് കുറച്ചുകൂടി ഒരു 35 രൂപയെങ്കിലും ആക്കുകയാണെങ്കിൽ കർഷകർക്ക് വലിയൊരു അനുഗ്രഹമായി മാറും. അത് സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയും പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുകയും വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കൃഷി ഓഫീസർ സണ്ണി പറഞ്ഞു. ഇവിടെ നട്ടിരിക്കുന്ന ഈ 5000-ഓളം വാഴ വിളവെടുപ്പ് നടക്കുമ്പോൾ ഈ സമയത്ത് ശരിക്കും സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ്. എങ്കിലും മാർക്കറ്റ് ഒരു പ്രശ്നമാണ്. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന താങ്ങുവില 30 രൂപ വെച്ച് കിട്ടുന്നതിനുള്ളതായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലം നഷ്ടം സംഭവിച്ച വാഴകൾക്ക് വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനുള്ളതായ, ദുരിതാശ്വാസം നൽകുന്നതിനുള്ളതായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പും ത്രിതല പഞ്ചായത്തും കാർഷിക മേഖലയ്ക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ കൂട്ടായ്മ, കർഷക കൂട്ടായ്മയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതായ നടപടികൾ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. മാതൃകയായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ പോത്തൻകാട് കിസാൻ സഭ കൃഷിക്കൂട്ടം അംഗങ്ങൾക്ക് കൃഷി വകുപ്പിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുള്ളൂ. പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിക്കുന്നതും കർഷകരെ വലയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ.